സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയവും അഭിമാനകരവുമായ പദ്ധതികളിൽ ഒന്നായ സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വിജയകരമായി ഒരു മാസം പിന്നിടുമ്പോൾ കോർപ്പറേഷന് വൻ സാമ്പത്തിക ബാധ്യതയെന്ന് റിപ്പോർട്ട്. സാധാരണക്കാരായ സ്ത്രീ യാത്രക്കാർക്കിടയിൽ പദ്ധതിക്ക് അഭൂതപൂർവമായ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെങ്കിലും പണ്ടേ സാമ്പത്തിക തകർച്ചയുടെ വക്കിലായ KSRTCക്ക് ഇത് നട്ടെല്ലൊടിക്കുന്ന പ്രഹരമായി മാറുകയാണ്. ആദ്യ മാസം പിന്നിടുമ്പോൾ മാത്രം കോർപ്പറേഷന് ഏകദേശം 75 കോടി രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ പദ്ധതിയിലൂടെ പ്രതിദിനം ശരാശരി 2.5 കോടി രൂപയുടെ വൻ ടിക്കറ്റ് വരുമാന നഷ്ടമാണ് KSRTC നേരിടുന്നത്. പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ 40% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദിവസേന ശരാശരി 7.25 ലക്ഷം സ്ത്രീകളാണ് ഇപ്പോൾ ഈ സൗജന്യ യാത്രാ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നത്. ഒരു മാസത്തിനുള്ളിൽ മാത്രം ഈ സൗകര്യം ഉപയോഗപ്പെടുത്തിയത് 1.87 കോടി സ്ത്രീകളാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ആനുകൂല്യം കൈപ്പറ്റിയത് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുമാണ്. നിലവിൽ സംസ്ഥാനത്തുടനീളം 3125 ഓർഡിനറി ബസ്സുകളാണ് ഈ പദ്ധതിക്കായി സർവീസ് നടത്തുന്നത്. സാധാരണക്കാരായ സ്ത്രീ തൊഴിലാളികൾക്കും ചെറുകിട ജോലികൾക്ക് പോകുന്നവർക്കും പ്രതിമാസം വലിയൊരു തുക യാത്രാ ഇനത്തിൽ ലാഭിക്കാൻ സാധിക്കുന്നു എന്നതും ഈ പദ്ധതിയുടെ വലിയൊരു സാമൂഹിക നേട്ടമാണ്. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും പൂർണ്ണമായും സൗജന്യമായാണ് ഈ യാത്ര അനുവദിച്ചിരിക്കുന്നത്. KSRTCയുടെ പ്രധാനപ്പെട്ട 7 കാറ്റഗറിയിലുള്ള ഓർഡിനറി ബസ്സുകളായ ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി എന്നിവയിലാണ് നിലവിൽ സൗജന്യ യാത്ര ലഭ്യമാകുന്നത്. യാത്രക്കാർക്ക് യാതൊരുവിധ മുൻധാരണകളും ഇല്ലാതെ ഈ വിഭാഗങ്ങളിലുള്ള ബസ്സുകളിൽ കയറി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് അവരുടെ സ്വയം സംഭരണാധികാരത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും വലിയ പിന്തുണ നൽകുന്നു. എങ്കിലും ഡീസൽ അടിക്കാനും ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൊടുക്കാനും സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തെ മാത്രം ആശ്രയിക്കുന്ന കോർപ്പറേഷന് ഈ വരുമാന നഷ്ടം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. സർക്കാർ ആവശ്യത്തിന് സബ്സിഡിയോ ഫണ്ടോ കൃത്യസമയത്ത് നൽകിയില്ലെങ്കിൽ വരും മാസങ്ങളിൽ KSRTCയുടെ ദൈനംദിന സർവീസുകളെ പോലും ഇത് ബാധിച്ചേക്കാം. മറ്റൊരു പ്രധാന വെല്ലുവിളി പത്തനംതിട്ട ജില്ലയിലെ ഗവിയിലേക്ക് ഓടിക്കുന്ന പ്രിയദർശിനി ബസ് സർവീസിനെ സംബന്ധിച്ചാണ്. ടൂറിസം മേഖലയെ ബന്ധിച്ചുകൊണ്ടുള്ള ഗവി പ്രിയദർശിനി ബസ് തുടർച്ചയായി വഴിയിൽ കേടാകുന്നത് യാത്രക്കാരെ വലിയ ബുദ്ധിമുട്ടിലാക്കുകയും വലിയ രീതിയിൽ വാർത്തയാകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഗവിയിലേക്ക് സർവീസ് നടത്തിയ ബസ് കാറ്റാടിക്കുന്നിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയതിനെ തുടർന്ന് KSRTC CMD അന്വേഷണത്തിന് ഉത്തരവിടുകയും KSRTC വിജിലൻസ് വിഭാഗം പത്തനംതിട്ടയിലെത്തി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ട് വൈകാതെ തന്നെ CMDക്ക് കൈമാറും. നിലവിൽ സുരക്ഷയും വനമേഖലയിലൂടെയുള്ള ദുർഘടമായ പാതയും പരിഗണിച്ച് ഗവി ബസ്സിലെ യാത്രക്കാരുടെ എണ്ണം 55ആയി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹി, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സമാന പദ്ധതികൾ പോലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തവും സാമൂഹിക ഇടപെടലും വർദ്ധിപ്പിക്കാൻ ഈ പദ്ധതിക്ക് കഴിയുമെന്നതിൽ തർക്കമില്ല. എങ്കിലും ഈ പദ്ധതി മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സൗജന്യ യാത്ര വഴി ഉണ്ടാകുന്ന വരുമാന നഷ്ടം സർക്കാർ ഖജനാവിൽ നിന്നും നേരിട്ട് KSRTCക്ക് കൃത്യസമയത്ത് റീഇംബോഴ്സ് ചെയ്യേണ്ടതുണ്ട്. അതിനൊപ്പം തിരക്കേറിയ സമയങ്ങളിൽ ആവശ്യത്തിന് സർവീസുകൾ ലഭ്യമാക്കുകയും കാലപ്പഴക്കം ചെന്ന ബസ്സുകളെ കൃത്യമായ അറ്റകുറ്റപ്പണികൾ ഉറപ്പാക്കുകയും ചെയ്യണം. സ്ത്രീ ശാക്തീകരണത്തിന് മികച്ചൊരു മാതൃകയായ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ വിജയകരമായ ഭാവി KSRTCയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനായി സർക്കാർ വരും ദിവസങ്ങളിൽ സ്വീകരിക്കുന്ന അടിയന്തര നടപടികളെ ആശ്രയിച്ചിരിക്കും.